Aryan, you are evicted. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഞായറാഴ്ച നടന്നൊരു വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന്, ഞാൻ വീഡിയോ എടുക്കാൻ ഭയങ്കര ലേറ്റായിപ്പോയി. രണ്ട്, വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ഓവർലോഡൊക്കെ ഉണ്ടായി, സ്ട്രെസ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ ഒന്ന് ഓക്കെ ആയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആര്യൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആര്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ആര്യയുടെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ആര്യൻ്റെ സഹോദരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രമേ കാണാനുള്ളൂ. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നത് ഞാൻ ശ്രദ്ധിച്ചു. നീ അല്ലേ ആര്യൻ ഔട്ടാവണം എന്ന് പറഞ്ഞത്, എന്നിട്ട് ആര്യൻ ഔട്ടായപ്പോൾ അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞു. എനിക്കെന്ന് പറയുന്ന വ്യക്തി, ആര്യൻ ബിഗ് ബോസിൽ നല്ല ഗെയിമറാണ്, നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏത് ടാസ്ക് വന്നാലും ഫസ്റ്റ് ആണ് എന്നൊക്കെ അറിയാം. അതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ, സ്വഭാവത്തിനാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഈ ഫൈറ്റും ഒച്ചപ്പാടും പെരുമാറ്റവും പല മിസ്റ്റേക്കുകളും ആയ സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കണ്ടസ്റ്റൻ്റ് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത്. എന്ന് കരുതി ആ വ്യക്തി ഗെയിമറാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ രണ്ടാമത്തെ സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരിക്കുമ്പം അവർ രണ്ടുപേരും ഇറക്കിയിട്ട് ആര്യൻ ഇറക്കിയാൽ മതി എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം അവർ രണ്ടുപേരെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പം ഏതോ ഹൈ ലെവലിൽ കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആര്യൻ. അതുകൊണ്ടാണ് ഞാനിതൊരു അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കണ്ട. സോ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. മറക്കരുത് തന്നെ. പിന്നെ ഞാൻ മറക്കോ മുത്തേ? കേട്ടാ, ഞാൻ തിരിച്ചു വരാം 2 വീക്സിന്. ഇവിടെ നിന്ന് തൊട്ടേ ടോപ്പിക് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനോട് ബൈ പറഞ്ഞു പോകുമ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഒഴികെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അല്ലെങ്കിൽ ഹഗ് ചെയ്ത് നന്നായി കളിക്കണം, നല്ല അടിപൊളിയായി പോകണം എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ആര്യൻ പോയത്. എന്നാൽ അനുമോളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈ നോട്ട് അനുമോൾ? അപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന ഒരു സാധനം ജിസയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മീഡിയക്കാരോട് സംസാരിക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അനുമോള് അതിൽ തന്നെ കയറി ഉമ്മ വെച്ചിട്ടുണ്ട്. എവിടെ? ചീക്കില്. Adila is a lesbian. Noora is a lesbian. And if you're kissing a lesbian girl, it's provoking her maybe in any chance. So if you're kissing someone who's a lesbian and not feeling bad about it in her mindset and telling me sleeping next to a girl and not doing anything is a problem, then what is she doing? അനുമോളും ആദിലയ്ക്കും നൂറയ്ക്കും ഒരു ബെഡിൽ കിടക്കാം, ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത. അവിടെ സദാചാരമില്ല. പക്ഷെ അവൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ പറഞ്ഞ അനുമോളിനാണ് ലാട്ടനോട് വാക്ക് കൊടുത്തിരിക്കുന്നത്, ഹ്യൂമൻ CCTV എന്ന് പറഞ്ഞിട്ട്. അത് അപ്പം തന്നെ മനസ്സിലാവും എല്ലാം കാര്യത്തിന് ഇടപെടണമെന്നുണ്ട് അനുമോൾക്ക്. എവിടെന്നെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാക്കി ഒരു വലിയ റൈസാക്കി ഒരു ആ ഷോയുടെ മെയിൻ കണ്ടന്റ് ആവാൻ വേണ്ടി അവളുടെ ഒരു വിചാരം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നോട് നടന്നില്ല കാര്യം. സോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പാട് ഏഷ്യാനെറ്റിന് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ തന്നെ ആര്യൻ്റെ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് അനുമോളിലായിരുന്നു. അപ്പം ഈ വിഷയത്തിൽ ഉപരി ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ കൂടെ അല്ലെ ആര്യൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിനുള്ള സ്പ്രെഡായ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അനുമോളിന് ഒരുപാട് PR ഉണ്ട്. ഈ PRന്റെ ബലത്തിലാണ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. ആൻഡ് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ അനുമോളുടെ PR ടീം അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കും എന്ന കുറേ ന്യൂസൊക്കെ ഉണ്ട്. ആര്യൻ ചിലപ്പം ഞാൻ ഇത്രത്തോളം ഗെയിം കളിച്ചു, ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ ഒരുവിധം ഗെയിമിനൊക്കെ ആര്യനും നൂറയും ഒരുപോലെ വിജയിച്ചതാണ്, പല ടാസ്കുകളും ഞാൻ അടിപൊളിയായി ചെയ്യുന്നുണ്ട്, ഞാൻ 2 തവണ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായി, ഇങ്ങനെയൊക്കെ ക്വാളിറ്റിയുള്ള ഞാൻ എന്തുകൊണ്ട് പുറത്തോട്ട് പോയി എന്ന് ആലോചിക്കുമ്പം ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ ആര്യൻ്റെ മൈൻഡിൽ വന്നത് അനുമോള് ആര്യൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയ്റ്റ് ആയിരിക്കാം എന്നായിരിക്കും. സോ ആ ഒരു ഹെയ്റ്റിൻ്റെ റിഫ്ലക്ഷനാണ് ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ളത്. എനിക്ക് ആര്യൻ ആസ് ഈ ഫിസിക്കൽ ടാസ്ക് ഗെയിം ഹീ ഈസ് ദ ബെസ്റ്റ് വൺ. കാരണം എല്ലാ ഗെയിംസും നല്ല അടിപൊളിയായിട്ട് ആര്യൻ കളിക്കുന്നുണ്ട് വിത്ത് ഹിസ് ഓൺ ട്രിക്ക് ടാറ്റിക്സ് എല്ലാം.
പക്ഷേ വെൻ ആര്യൻ കംസ് ടു സ്വഭാവത്തിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എന്നാൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അക്ബറിൻ്റെയും നെവിൻ്റെയും ഗ്രൂപ്പിലോട്ട് അങ്ങ് കയറിയത്. അതോടുകൂടി ആര്യനിലുള്ള ഹെയ്റ്റ് എന്ന് പറയുന്നത് ഒരു 100 മടക്കായിട്ട് അങ്ങോട്ട് പോയി. അതാണ് പേഴ്സണലി സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇന്റർവ്യൂവിൽ വന്ന ഒരു ചോദ്യമായിരുന്നു ജിസൈൽ എന്ന് പറയുന്ന വിഷയം. അറിയാലോ, ഞാൻ ആ വിഷയം പറയുന്നില്ല. അതാണ് ആര്യൻ എന്ന് പറയുന്ന വ്യക്തിനെ ഇത്രത്തോളം ബിഗ് ബോസിൽ അങ്ങ് ഫേമസ് ആക്കിയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെ പറ്റി ചോദിച്ച സമയത്ത് ആര്യൻ കൊടുത്തൊരു റിപ്ലൈ വാസ് സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു സാധന. ഈ അനുമോളാണെങ്കിലും നൂറയാണെങ്കിലും ആദിലയാണെങ്കിലും 24 മണിക്കൂറും കെട്ടിപ്പിടിച്ചിട്ടും എടുത്തുകൊണ്ട് നടക്കലും ഉമ്മ കൊടുക്കലും എല്ലാ സീനുകളും നമ്മൾ കാണുന്നുണ്ട്. അവരൊരു ഓവർ കെയറും ഓവർ ലവ് എന്ന് പറയുന്നത്. അവിടെ ഈ നൂറയാണെങ്കിലും ആദിലയാണെങ്കിലും ലെസ്ബിയൻസാ. എന്തുകൊണ്ട് ഈ അനുമോള് ചെയ്യുന്ന പ്രവൃത്തിന് ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ല? അവർ 2 പെണ്ണുങ്ങളാണെങ്കിലും അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഇതല്ലേ. ഇവിടെ ആരും ചോദിച്ചത് വാസ് വെരി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ദാറ്റ് എവറിബഡി കുഡ് തിങ്ക്. ബൈ എന്തുകൊണ്ടൊരാണും പെണ്ണും നിൽക്കുമ്പോൾ മാത്രം ഈ സദാചാര ബോധം വരുന്നു? പെണ്ണും ആ തരത്തിൽ സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പെണ്ണിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു തോട്ട് വരുന്നില്ല. ഇറ്റ്സ് എ റൈറ്റ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഈ ഒരു ബുദ്ധിയും ഈ ഒരു സെൻസും ആ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടില്ലെങ്കിൽ യു കുഡ് ഹാവ് സ്റ്റേ ദർ. ഐ എം സേയിങ് റിയലി. സോ ഇനി ആര്യന്റെ അമ്മയുടെ റെസ്പോൺസ് നമുക്കൊന്ന് കാണാം. I'm not happy. Very unfair eviction. This plays so well. ഓഫ് കോഴ്സ് അമ്മ പറഞ്ഞത് ഇസ് ആൻ അൺഫെയർ എവിക്ഷൻ. ഓഫ് കോഴ്സ് എന്താണ്, ഒരമ്മയ്ക്ക് സ്വന്തം മോൻ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഏതമ്മയുടെ മനസ്സിലാണെങ്കിലും ഈ ഒരു സാധനം മാത്രമേ വരൂ. ഒരമ്മ എന്ന നിലയിൽ ഈ ഒരു ഒപ്പീനിയൻ മാത്രമേ പറയൂ. ആൻഡ് അവർ പറഞ്ഞ പോലെ ഇസ് ലൈക്ക് എ ഗുഡ് ഗെയിമർ. ഈവൻ ഒരുപാട് പേര് ആര്യനെ കാണാൻ വന്നതും അവർ പറയുന്ന റെസ്പോൺസ്, ഈവൻ ജിസൈൽ ഒന്നും ഇപ്പോൾ പോകാണ്ട് ഒരു ഗെയിമർ ആയിരുന്നില്ല, അത്യാവശ്യം കണ്ടന്റ് ഒക്കെ തന്നു. പിന്നെ ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല. ഐ തിങ്ക് ഇപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലൊക്കെ ബിഗ് ബോസിൽ സ്റ്റേ ചെയ്യുന്ന, അല്ലെങ്കിൽ സാബു എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആ ബിഗ് ബോസിൽ സ്റ്റേ ചെയ്യാനുള്ള റീസൺ ഐ തോട്ട് മേ ബി ഹിസ് ക്യാരക്ടർ. അവർ പോർട്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിൽ ഓക്കെ ആയിട്ടാണ്. ആര്യനിൽ ഇങ്ങനെ ഒരു എവിക്ഷനിലോട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ക്യാരക്ടർ. ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജനതയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് നമുക്ക് ആര്യന്റെ ബ്രദർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ജെൻഡർ കാർഡും ഇത് അതിന്റെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ചില ഗെയിമേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും. ഞാൻ ലാസ്റ്റ് ടൈം അനുമോള് നല്ലോണം സ്നേഹിക്കുന്നു. എല്ലാവരും അനുമോള് സ്നേഹം അകത്ത് കുറവാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള് സ്നേഹിക്കുന്നു. അപ്പോ അവള് പിന്നെ ആ ജെൻഡർ കാർഡും ഇത് അതിന്റെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഷോയില് കുറച്ച് വെറൈറ്റി വേണം, കുറച്ച് ഫണ്ണായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ. പഴയ മോഡൽസ് ഗെയിം കളിച്ച ബോറടിക്കും. അപ്പം നമ്മൾ ആര്യന്റെ ബ്രദറിനെ ശ്രദ്ധിച്ചിരുന്നു. ആ ഹൗസിൽ വന്ന സമയത്ത് ആൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആരായിട്ടായിരുന്നു? അനുവായിട്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ഇപ്പം ഈ പുറത്ത് വന്ന സമയത്ത് പുള്ളിയുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. കാരണം ജെൻഡർ കാർഡ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അക്ബറിൻ്റെ വിഷയമാണ്. ഞാനും 1% പോലും ആ വിഷയത്തിൽ അനു ചെയ്ത പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ലിസ്റ്റിലുള്ള ഒരാളൊന്നുമല്ല അനു എന്ന് പറയുന്ന ആൾ. അനുവിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിൻ്റെ ഉള്ളിലോട്ട് കയറി കളിക്കുന്നതല്ല ഒരാളുടെ ഒരു റൈറ്റ് അല്ലെങ്കിൽ ശരി എന്ന് പറയുന്നത്. ആ ബൗണ്ടറീസ് ഒക്കെ വിട്ടുകൊണ്ട് ഉള്ള ഒരു ഗെയിമറാണ് ആരെന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ അനുമോൾ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അവർക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്തൊരു റീസൺ ഇതുകൊണ്ട് തന്നെ. ഈ PR ആയിട്ട് വിടുന്ന ടീമുകൾ നിങ്ങളെ ജയിപ്പിക്കുമെങ്കിലും ഉമാർ അതിലും വലിയ പണികൾ നിങ്ങൾക്ക് പുറത്തിരുന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നല്ലതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാവരും പുറത്തു പോകും. ഏതെങ്കിലും ഒരാൾ മാത്രമേ വിജയിക്കൂ. ആൻഡ് എനിക്ക് ഇതുവരെയുള്ള ബിഗ് ബോസ് ഷോ കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഗെയിമും ടാസ്കും എല്ലാത്തിനേക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്ത് പരിപാടി കാണുന്ന പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടം തോന്നാനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട കണ്ടന്റ് ഇട്ടുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് PR റേറ്റിംഗ് കിട്ടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ മാറണം. ഈ 2 കാര്യങ്ങളുണ്ടേ ചാൻസ് ഉള്ളൂ. ബാക്കി ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലക്കാണ്. എനിവേ ഇതാണ് എനിക്ക് ഈ ഒരു ഷോനെ പറ്റി പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ.